അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലൽ ഫായിസീന ബിറിളല്ലാഹ് അമ്മാ ബഅദ്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, വളരെ ഒരു ക്രൈസിസിലാണുള്ളത്. എനിക്ക് പറയാതിരിക്കാൻ പറ്റൂല. എത്രത്തോളം തുടരാൻ പറ്റും? ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. കല്ലേരി സാഹിബിന്റെ പ്രഭാഷണമൊക്കെ കേട്ടിട്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. കാരണം മൈക്ക് എടുക്കാൻ ഒരു പേടി. കാരണം മൈക്ക് എടുത്തു കഴിഞ്ഞാല് കയ്യിൽ നിന്ന് മൈക്ക് കൈമോശം വരുമോ? കാരണം അത്രയേറെ കട്ടുകളാണ്. ആരുടെയും സംസാരം ഒന്നും തിരിയണില്ല. എന്നാലും അൽഹംദുലില്ലാഹ് ഇപ്പൊ ഒന്ന് ക്ലിയറായി വരുന്നു. കാരണം എന്റെ സമയമാവുമ്പോ വല്ലാത്തൊരവസ്ഥയായിപ്പോയി. ചില സമയങ്ങളിൽ അങ്ങനെയാണ്. അതുകൊണ്ട് മൈക്ക് എടുക്കാൻ വല്ലാത്തൊരു പേടി പോലെ. അല്ല, കേൾക്കണില്ലേ? എന്റെ ശബ്ദം കേൾക്കണില്ലേ? സുഹൃത്തുക്കളെ, കേൾക്കണില്ലേ? ഓക്കെ, ഇപ്പൊ ക്ലിയർ ആണ്. അപ്പൊ ഇടയ്ക്കൊന്ന് മൈക്ക് പോകും. അപ്പൊ നിങ്ങൾ ആരും ക്ഷമിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, വിഷയം തുടരാവുന്നതാണ്. ഇനി ക്ഷമിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ തൽക്കാലം വെക്കുകയും ചെയ്യാം. അപ്പൊ മാഷാ അല്ലാഹ്, നമ്മളെ ബ്രിഗ്സ എന്ന ഐഡിയിലുള്ള സുഹൃത്ത്, അദ്ദേഹം മുജാഹിദിനെ കുറിച്ച് ചില ധാരണകൾ അദ്ദേഹത്തിനുണ്ട്. അഹ്ലുസുന്ന വൽ ജമാഅ അഥവാ നമ്മുടെ ഭാഷയിൽ, നമ്മെക്കുറിച്ച് നമ്മുടെ ഭാഷയിൽ അഹ്ലുസുന്ന വൽ ജമാഅ. ഒരു പക്ഷേ ഇപ്പോൾ ബ്രിഗ്സക്ക് ഒരു പക്ഷെ അത് അംഗീകരിക്കാൻ പറ്റിക്കൊള്ളണമെന്നില്ല. എന്തായാലും വിശാലമായ മനസ്ഥിതിയാണ് പ്രതീക്ഷിക്കുന്നത്. അള്ളാഹു തആല ബർക്കത്ത് ചെയ്യട്ടെ, നാഫിയായ ഇൽമ് പ്രദാനം ചെയ്യുമാറാകട്ടെ. മാഷാ അല്ലാഹ്. ഏതായാലും അദ്ദേഹം മനസ്സിലാക്കിയിരിക്കുന്നത് മുജാഹിദ് പ്രസ്ഥാനം അഥവാ കേരളക്കരയിൽ ഇന്ന് നിലനിൽക്കുന്ന KNM, അതിന്റെ മറ്റുള്ള സംഘടനകളും പ്രതിനിധാനം ചെയ്യുന്നു എന്ന് ഓരോരുത്തരും അവകാശപ്പെടുന്ന, ഞാൻ അവരുടെ ആ ഒരു ഭിന്നതയിലേക്ക് ഞാൻ എന്തായാലും കടക്കാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം ബ്രിഗ്സ വന്ന ഉടനെ തന്നെ ആ ഒരു വിഷയത്തിലേക്കൊക്കെ കടത്തിക്കൊണ്ട് അദ്ദേഹത്തെ പ്രയാസപ്പെടുത്താനോ ആ ഒരു വിഷയം അങ്ങനെ തിരിച്ചുവിടാനോ ഒന്നും ഉദ്ദേശിക്കുന്നില്ല. കാര്യങ്ങൾ മനസ്സിലാക്കുക, പഠിക്കുക എന്ന ഉദ്ദേശത്തിൽ വന്ന സുഹൃത്തുക്കളെ നിരാശരാക്കാൻ പാടില്ല എന്ന് തന്നെയാണ് SGB ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഒരു വിഷയം, മുജാഹിദ് പ്രസ്ഥാനം അത് സ്റ്റേജുകളിലും പേജുകളിലും പരിചയപ്പെടുത്തുന്നത് ഖുർആനും സുന്നത്തും അനുസരിച്ച് ജീവിക്കുന്ന ഒരേ ഒരു പ്രസ്ഥാനം മുജാഹിദ് പ്രസ്ഥാനമാണെന്നാണ്. അതാണ് അദ്ദേഹം കേട്ടിട്ടുള്ളത്. അല്ലേ ബ്രിഗ്സ? അങ്ങനല്ലേ ബ്രിഗ്സ കേട്ടിട്ടുള്ളത്? അത് തന്നെയല്ലേ? മുജാഹിദ് പ്രസ്ഥാനം പരിചയപ്പെടുത്തുന്നത്, അവർ പരിചയപ്പെടുത്തുന്നത് ഖുർആനും ഹദീസും. ഞാൻ ചോദിക്കുന്നു, ശരി, ഞാനത് സമ്മതിക്കാം. അങ്ങനെ ഞാനത് സമ്മതിക്കാം. ഖുർആനിനെയും ഹദീസിനെയും പിൻപറ്റുന്ന, അത് ഖുർആനും ഹദീസും പറഞ്ഞത് മാത്രം സ്വീകരിക്കുക. ബാക്കിയെല്ലാം തെറ്റ് പറ്റാവുന്നതാണ്, തെറ്റുകൾ ഉണ്ടാകാൻ പറ്റുന്നത് സാധ്യതയുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഖുർആനും ഹദീസും മാത്രം സ്വീകരിച്ച് അതിൽ പറഞ്ഞത് അംഗീകരിച്ച് മുന്നോട്ട് പോകുന്ന പ്രസ്ഥാനമാണ് മുജാഹിദ് പ്രസ്ഥാനം എന്നാണ് ബ്രിഗ്സ മനസ്സിലാക്കിയത്. അല്ലേ ബ്രിഗ്സ? അങ്ങനെ തന്നെയല്ലേ മനസ്സിലാക്കിയത്? ഒന്നും കൂടെ എന്നോട് പ്രതികരിച്ചോളൂ. യെസ്. ദെൻ എന്താണ് ഈ സുന്നത്ത്? സുഹൃത്ത് മനസ്സിലാക്കിയത് പറഞ്ഞോളൂ കേട്ടോ. ഖുർആനെ കുറിച്ച് ഞാൻ വരാം. അള്ളാഹു തആല ബർക്കത്ത് ചെയ്യട്ടെ. എന്താണ് ഈ സുന്നത്ത്? സുന്നത്ത് എന്താണെന്നാണ് സുഹൃത്ത് മനസ്സിലാക്കിയത്? ഒന്ന് പറഞ്ഞു തരാൻ ബുദ്ധിമുട്ടുണ്ടാവില്ലല്ലോ സുഹൃത്തിന്. കാരണം നമുക്ക് കാര്യങ്ങൾ പഠിക്കാൻ, സുഹൃത്തിൽ നിന്ന് സുഹൃത്ത് എന്താണോ മനസ്സിലാക്കിയത്, മുജാഹിദ് പ്രസ്ഥാനത്തിൽ നിന്ന് സുഹൃത്ത് എന്താണ് ഈ സുന്നത്ത്? അവർ പറയുന്നു ഞങ്ങൾ സുന്നത്തനുസരിച്ച് പ്രവർത്തിക്കുന്നവരാണ്, ഖുർആൻ അനുസരിച്ച് പ്രവർത്തിക്കുന്നവരാണ് എന്നവർ പറയുന്നുണ്ടല്ലോ. എന്താണ് ഈ സുന്നത്ത് എന്ന് ഒന്ന് അവര് മനസ്സിലാക്കിയത്, അഥവാ അവരിൽ നിന്ന് സുഹൃത്ത് മനസ്സിലാക്കിയത് എന്താണോ അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തോളൂ, വിശദീകരിച്ചു പറഞ്ഞോളൂ. കുഴപ്പമില്ല. മൈക്ക് സുഹൃത്തിന് തന്നെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സുന്നത്ത് എന്നാൽ ഞാൻ മനസ്സിലാക്കിയത് ചെയ്താൽ കൂലിയുള്ളതും എന്നാൽ ചെയ്തിട്ടില്ലെങ്കിൽ ഒരു തെറ്റും ഇല്ലാത്തതോ എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അസ്സലാമു അലൈക്കും. അസ്സലാമു
വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മാഷാ അല്ലാഹ്. സുഹൃത്തെ, ഒന്ന് വോളിയം ഒന്ന് കൂട്ടിയാൽ തരക്കേടില്ലായിരുന്നു. കാരണം നമ്മുടെ റേഡിയോ ശ്രോതാക്കൾ അവരെ നമ്മൾ വല്ലാതെ പരിഗണിക്കേണ്ടവരാണ്. ബ്രിഗ്സ വന്നിട്ടുണ്ട് എന്നവർക്ക് മനസ്സിലാവണമെങ്കിൽ ശബ്ദം ഒന്നും കൂടെ വോളിയം അപ്പ് ചെയ്യേണ്ടതാണ് എന്ന് സുഹൃത്തിനെ ഓർമ്മപ്പെടുത്തിയാണ്. ശ്രദ്ധിച്ചോളൂ. അപ്പോ മാഷാ അല്ലാഹ്, ആദ്യമായിട്ടാണ് കേട്ടോ, സത്യാണ് ഉള്ളത് പറയണ്ടേ. സുഹൃത്തിന്റെ പെർഫോമൻസ് വളരെ ശ്ലാഘനീയമാണ്. ഞാൻ SGV വന്നിട്ട് ആദ്യമായിട്ടാണ് മുജാഹിദ് പ്രസ്ഥാനത്തിൽ നിന്ന് ഒരാള് സുന്നത്തിന്റെ നിർവചനം ഇങ്ങനെ മനസ്സിലാക്കി എന്ന് പറയുന്നത്. സത്യാണ്, യാഥാർത്ഥ്യം പറയണല്ലോ. ആദ്യമായിട്ടാണ് ഒരാള് ചെയ്താൽ കൂലിയുള്ളതും ഉപേക്ഷിച്ചാൽ ശിക്ഷ ഇല്ലാത്തതുമാണ് സുന്നത്ത് എന്നാണ് ബ്രിഗ്സ മനസ്സിലാക്കിയത്. അത് മനസ്സിലാക്കിയത് ഞാൻ നേരത്തെ തന്നെ ചോദ്യം എന്തായിരുന്നു, മുജാഹിദ് പ്രസ്ഥാനത്തിൽ നിന്ന് സുഹൃത്ത് മനസ്സിലാക്കിയത് എന്താണ് എന്നാണ്. അപ്പൊ അവര് ഖുർആനും സുന്നത്തും അനുസരിച്ച് ജീവിക്കുന്നവരാണ് എന്നാണ് സുഹൃത്ത് പറഞ്ഞത്. അപ്പൊ അവർ അനുസരിക്കുന്ന സുന്നത്താൽ ചെയ്താൽ കൂടെ, കാരണം സുഹൃത്ത് തെറ്റിയതൊന്നും അല്ലെങ്കിൽ പിന്നെ അറിയാതെ പറഞ്ഞു പോയതൊന്നും അല്ലല്ലോ. അങ്ങനെ തന്നെയല്ല മനസ്സിലാക്കിയത് ബ്രിഗ്സ? സുഹൃത്ത് അങ്ങനെ തന്നെ അല്ലേ സുന്നത്തിന്റെ പിന്നെ ഡെഫിനേഷൻ മനസ്സിലാക്കിയത്, നിർവചനം? ഒന്ന് മൈക്കെടുത്തോളൂ മൈക്കെടുത്തോളൂ പറഞ്ഞോളൂ. അള്ളാഹു താല ബർക്കത്ത് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. ഞാനും മുജാഹിദ് ആദർശം എന്താണെന്ന് മനസ്സിലാക്കിയെന്ന് വെച്ചാൽ, ഖുറാനും സുന്നത്തും എന്ന് പറഞ്ഞത് ഞാൻ തെറ്റിപ്പോയതാണ്. ഖുറാനും ഹദീസുമാണ് ഞാൻ ഉദ്ദേശിച്ചത്. സുന്നത്തുണ്ട്, നബിയിൽ നിന്ന് സ്ഥിരപ്പെട്ടു വന്നിട്ടുള്ള ഹദീസുകളിൽ അനുസരിച്ചിട്ടുള്ള സുന്നത്താണ് അതിലുദ്ദേശിച്ചത്. ഇവിടെ മറ്റേ സുന്നത്തുകൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്താൽ കൂലിയുള്ളതും ചെയ്തിട്ടില്ലെങ്കിൽ തെറ്റില്ലാത്തതും എന്നാണ് ഉദ്ദേശിച്ചത്. ഓ മാഷാ, അതെ അത് മാഷാ അല്ലാ. ഇപ്പൊ സുഹൃത്ത് പറഞ്ഞിരിക്കുന്ന ആയത്തെ അടുക്കുന്നുണ്ട്, കറക്റ്റാണ്, ഏകദേശം ക്ലിയർ ആയിട്ടുണ്ട്. കാരണം സുന്നത്ത് എന്ന് രണ്ട് കാര്യത്തിന് പറയും. ഹദീസിന് സുന്നത്ത് എന്ന് പറയാം, ആ അർത്ഥത്തിലാണ് സുഹൃത്ത്. ഹദീസ് എന്ന അർത്ഥത്തിലാണ് സുന്നത്ത്. അപ്പൊ എന്താണ് ഈ ഹദീസ്? അല്ല, ഞാൻ സുഹൃത്ത് മനസ്സിലാക്കിയത് പറയാനാണ് കേട്ടോ. ശരി, ഇൻഷാ അല്ലാ ഞാൻ പറയും. സുഹൃത്ത് എങ്ങനെ മനസ്സിലാക്കിയാലും സുഹൃത്തിന് അത് പറയാം. കാരണം തെറ്റിക്കോട്ടെ, ബ്രിഗ്സ എന്ന് പറഞ്ഞ ഒരു ഐഡിയ മാത്രമല്ലേ ഇവിടെ എല്ലാവർക്കും അറിയുള്ളൂ. അല്ലാതെ സുഹൃത്ത് ആരാണെന്നോ എന്താണെന്നോ ഒന്നും ആർക്കും അറിയില്ല. അതുകൊണ്ട് എന്ത് പൊട്ടത്തരുവ വിളിച്ചു പറയാം, കുഴപ്പമില്ല, തെറ്റിക്കോട്ടെ. കാരണം തെറ്റൊരു പ്രാവശ്യം സംഭവിച്ചാൽ ആ തെറ്റ് തിരുത്താലോ. തെറ്റാണെന്ന് ബോധ്യപ്പെട്ടാൽ തിരുത്താലോ നമുക്ക്. അതുകൊണ്ട് തന്നെ സുഹൃത്ത്, അപ്പൊ ഹദീസും ഖുർആനും അനുസരിച്ച് ജീവിക്കുന്ന പ്രസ്ഥാനമാണ് മുജാഹിദ് എന്നാണ് മനസ്സിലാക്കിയത്. ദെൻ എന്താണ് ഈ ഹദീസ്, സ്ഥിരപ്പെട്ട ഹദീസ്? കയ്യിൽ പോയിട്ടില്ലായിരുന്നു, സോറി. ഒന്ന് മൈക്ക് എടുത്തോളൂ. എന്താണ് ഹദീസ് എന്നൊന്ന് വിവരിക്കാനാണ് ബ്രിഗ്സക്ക് മൈക്ക് കൊടുക്കുന്നത്. മൈക്ക് എടുത്തോളൂ. ഹദീസ് എന്നാൽ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ വഹിയുടെ അടിസ്ഥാനത്തിൽ തന്നെ പറഞ്ഞിട്ടുള്ളതും പറഞ്ഞിട്ടുള്ളതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവർത്തിച്ചിട്ടുള്ളതുമായിട്ടുള്ള കാര്യങ്ങൾ എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഓക്കെ,
മാഷാ അല്ലാ മാഷാ അല്ലാ. ചെറിയൊരു പാകപ്പിഴവ് അവിടെ ഉണ്ട്. അത് ഞാൻ തിരുത്തി തരാം. ഓക്കെ. അഖ്വാലുഹു വ അഫ്ആലുഹു വ തഖരീറാത്തുഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബിയുടെ വാക്ക്, നബിയുടെ പ്രവർത്തനം, നബിയുടെ അംഗീകാരം ലഭിച്ച കാര്യങ്ങൾ, ഇതിനൊക്കെയാണ് ഹദീസ് എന്ന് പറയാ. ഓക്കെ ബ്രിഗ്സ, ക്ലിയർ ആയോ? അല്ല, ഓരോ വിഷയം അത് അതിനനുസരിച്ച് പഠിച്ചുകൊണ്ട് പോവാം നമുക്ക്. അള്ളാഹു താല ബർക്കത്ത് ചെയ്യട്ടെ. ബ്രിഗ്സ, ഓക്കെ, അതാണ് നബിയുടെ വാക്ക്, നബിയുടെ പ്രവർത്തനം, നബിയുടെ അംഗീകാരം ലഭിച്ച കാര്യങ്ങൾ അഥവാ നബിയുടെ ചില്ല. ഇങ്ങനെ 3 കാര്യത്തിനാണ് ഹദീസിന്റെ വരുന്ന 3 നിങ്ങൾ. നബിയുടെ ഹദീസ് എന്ന് പറഞ്ഞാൽ അതാണ്. ശരി, ഇതിപ്പോ നമുക്ക് എവിടെ കിട്ടും ബ്രിഗ്സ? എനിക്ക് അതാണ് അറിയേണ്ടത്. എന്റെ ക്വസ്റ്റ്യൻ അതാണ്. സുഹൃത്തിനോട് ചോദ്യം ചോദിക്കുകയല്ല കേട്ടോ. കാരണം സുഹൃത്തിനെ മനസ്സിലാക്കിയത് പറഞ്ഞാൽ അതിന്റെ ശരി എന്താണ് എന്ന് വ്യക്താക്കി തരാലോ. അതിനുവേണ്ടി അതൊന്ന് പറഞ്ഞോളൂ. നമുക്ക് ഇപ്പൊ ഹദീസ് അനുസരിച്ച് പ്രവർത്തിക്കണമെങ്കിൽ ഹദീസ് കിട്ടണമല്ലോ. സഹീഹായ ഹദീസ് നമുക്ക് കിട്ടണമല്ലോ. ശരി, ഇല്ലേ? കിട്ടണ്ടേ ബ്രിഗ്സ? ഖുർആനും ഹദീസും അനുസരിച്ച് പോകണമെങ്കിൽ ഈ സഹീഹായ ഹദീസ് നമുക്ക് കിട്ടണ്ടേ? ശരി, അതിപ്പോൾ എവിടെ കിട്ടും? ഒന്ന് മൈക്കെടുത്ത് പറഞ്ഞോളൂ. എവിടെ നിന്നാണ് നമുക്ക് സഹീഹായ ഹദീസ് കിട്ടുക? ഒന്ന് മൈക്കെടുത്ത് പറഞ്ഞോളൂ. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. ഹദീസ് ഇപ്പോൾ എൻ്റെ വീട്ടിൽ ഉള്ള ഹദീസ് ഉണ്ട്. ചില അംശങ്ങളൊക്കെ ഞാൻ അതൊന്ന് നോക്കി ഇങ്ങനെ വായിക്കാറുണ്ട്. ബുഖാരി മുസ്ലിം രണ്ടുപേരും കൂടെ റിപ്പോർട്ട് ചെയ്തുള്ള മുത്തഫഖ് അലൈഹി ആ ഹദീസ് ഗ്രന്ഥമാണ് എൻ്റെ വീട്ടിലുള്ളത്. പിന്നെ ബാക്കി അങ്ങനെ ഹദീസ് മറ്റേ ഞാൻ ബുക്ക് സ്റ്റാൾ ഹദീസ് വേറെ ഇതുവരെ വാങ്ങിച്ചിട്ടില്ല. ബുക്കൊക്കെ വാങ്ങിക്കാൻ ഓരോ ബുക്ക് സ്റ്റാളിലൊക്കെ പോയിട്ടാണ് നോക്കാറുള്ളത്. അസ്സലാമു അലൈക്കും. ഓക്കെ, മാഷാ അല്ലാ. അദ്ദേഹത്തിന്റെ വീട്ടില് ഹദീസിന്റെ പരിഭാഷകളുണ്ട്, ഹദീസിന്റെ ഗ്രന്ഥങ്ങളുടെ പരിഭാഷകളുണ്ട്. അവിടെ നിന്നൊക്കെ, അതുപോലെ തന്നെ പുസ്തകങ്ങളിൽ നിന്നൊക്കെ ഹദീസ് കിട്ടും. അതിൽ നിന്നൊക്കെ നോക്കിയിട്ടാണ് ഹദീസ് പഠിക്കുക. അതിൽ നിന്നൊക്കെയാണ് നമുക്ക് സഹീഹായ ഹദീസ് കിട്ടുക. അല്ലേ ബ്രിഗ്സ? അങ്ങനെ തന്നെയല്ലേ ബ്രിഗ്സ പറഞ്ഞത്? സഹീഹായ ഹദീസ്, അതുപോലെ തന്നെ ബുഖാരി മുസ്ലിം, അതുപോലെ തന്നെ സിഹാഹു സിത്ത, അബൂ ദാവൂദ്, നസായി, തുർമുദി, ഇബ്നു മാജ, അതുപോലുള്ള സിഹാഹു സിത്തകൾ, അതിൽ നിന്നൊക്കെ സഹീഹായ ഹദീസുകൾ. ശരി, ദെൻ ഓക്കെ, ഗുഡ്. നല്ല പോയിന്റുകളാണ് കേട്ടോ. ഇതൊക്കെ ഞാൻ ഈ ഒരു ശൈലിയിലേക്ക് പോകുന്നത് തന്നെ എന്തിനാ ഇങ്ങനെയൊക്കെ പോകുന്നതെന്ന് തോന്നിപ്പോണ്ട. എല്ലാവർക്കും വേണം മനസ്സിലാക്കുക. സുഹൃത്തിന്റെ കയ്യിൽ ഇപ്പോൾ ഏതെങ്കിലും ഒരു കിതാബിന്റെ പരിഭാഷ ഉണ്ടോ ബ്രിഗ്സ? ഏതെങ്കിലും ഒരു കിതാബിന്റെ പരിഭാഷയുണ്ടോ? പരിഭാഷയോ പുസ്തകമോ ഏതോ ആവട്ടെ, സുഹൃത്തിന്റെ കയ്യിലുണ്ടോ ഇപ്പോൾ നിലവിൽ? ബുഖാരി മുസ്ലിം, മാഷാ അല്ലാ, അതിൽ നിന്ന് സഹീഹായ ഒരൊറ്റ ഹദീസ് ഒന്ന് വായിക്കാമോ? ഞാൻ ചോദിക്കാം, അതിന്റെ സനദ് സഹിതം. കാരണം ഒരു ഹദീസ് ബുഖാരിയിലുള്ളത് സഹീഹാണ് എന്ന് വരണ്ടേ? ബുഖാരിയിലുള്ള ഹദീസ് സഹീഹാണെങ്കിൽ ബുഖാരിയിലുള്ള ഒരൊറ്റ സഹീഹായ ഹദീസ് സുഹൃത്ത് സനദ് സഹിതം ഒന്ന് വായിക്കാമോ? ഒന്ന് വായിച്ചോളൂ സുഹൃത്ത്. പിന്നെ പരിഭാഷ എടുത്ത് കൈ പിടിച്ചോളൂ. എല്ലാ സമയം മാഷാ അല്ലാഹ് ശരിക്ക് ഏതെങ്കിലും ഒരു ഹദീസ് കേട്ടോ, സഹീഹായ, നമുക്ക് ഹദീസ് അനുസരിച്ച് പ്രവർത്തിക്കണമെങ്കിൽ സഹീഹായ ഹദീസുകൾ കിട്ടണമല്ലോ. അതിനു വേണ്ടിയാണ് ഞാൻ ചോദിക്കുന്നത്. ഏതെങ്കിലും ഒരു ഒറ്റ ഹദീസ് സുഹൃത്ത് സഹീഹായ ഹദീസ് ആയിരിക്കണം. ആ സഹീഹായ ഹദീസ് സുഹൃത്തൊന്നെടുത്ത് വായിച്ചോളൂ. അല്ലാഹു തആല ബർക്കത്ത് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും. അതായത് ഇപ്പൊ എന്റെ കയ്യിലില്ല, ഇപ്പൊ കൈമലില്ല. അത് എന്റെ വീട്ടിലുണ്ട്. ഞാൻ ഉദ്ദേശിച്ചത് ഞാനിപ്പോ UAE-ലാണുള്ളത്. അപ്പോ എന്താ ചെയ്യാ, എനിക്കറിയില്ല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ജിദ്ദ സോണോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഉസ്താദുമാര്
ഒരൊറ്റ ഹദീസ് ഏതായാലും വേണ്ടിയില്ല, ഒരൊറ്റ ഹദീസ് വിത്ത് സനദ് ഒന്ന് പേസ്റ്റ് ചെയ്താട്ടെ. ഏതെങ്കിലും ഉസ്താദുമാര് ഒറ്റ ഹദീസ് വിത്ത് സനദ്, അത് ബുഖാരിന്നോ മുസ്ലിമിൽ നിന്നോ ഏതെങ്കിലും ഒരു ഹദീസ്, ഒറ്റ ഹദീസ് ഒന്ന് പേസ്റ്റ് ചെയ്യും. കാരണം അദ്ദേഹത്തിന്റെ ബ്രിഗ്സയുടെ കയ്യിൽ ഇപ്പോൾ കിതാബില്ല. ഓക്കെ, നോ പ്രോബ്ലം. നമുക്ക് പിന്നെ കിതാബുള്ള ആൾക്കാരെങ്കിലും ഒരു സഹായം നമുക്ക് പ്രതീക്ഷിക്കാലോ. ജിദ്ദ സോണിന്റെ കയ്യിൽ ഉണ്ടാവണം, അല്ലെങ്കിൽ അത് ഏതെങ്കിലും ഒരു ഉസ്താദുമാര് ഒരൊറ്റ ഹദീസ് വിത്ത് സനദ്, കാരണം അതൊന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഒന്ന് വേഗം വേണം കേട്ടോ, കാരണം നമുക്ക് ടൈം വല്ലാതെ വിലപ്പെട്ടതാണ്. നല്ല വിലപ്പെട്ട സമയമല്ലേ. ഏതെങ്കിലും ഒരൊറ്റ ഹദീസ്. ആരുമില്ല, ഞാൻ തന്നെ എടുക്കണോ? എനിക്ക് പിന്നെ ഇനിയിപ്പോ ഈ മൈക്കിന്റെ നെറ്റ് ഇതിൽ എന്തെങ്കിലും തുറന്നു വെച്ചിട്ടുണ്ട്, പിന്നെ അതും കൂടെ ലോഡായിട്ട് ഈ മൈക്ക് കട്ടായി പോണ്ടാന്ന് വെച്ചിട്ടാണ് ഞാൻ എടുക്കാത്തത്. എനിക്ക് കിതാബ് തുറക്കാൻ പറ്റാത്തത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ അതും കൂടെ ലോഡായാൽ ഈ സംസാരവും നടക്കൂലാന്ന് വെച്ചിട്ടാണ്. അതുകൊണ്ട് ആരെങ്കിലും പ്രിയപ്പെട്ട സുഹൃത്തുക്കള്, അഡ്മിന്മാരോ ആരായാലും വേണ്ടില്ല, റഷീദ് ഖാന്റെ അടുത്തൊക്കെ ഉണ്ടാവില്ല ബുഖാരിയിൽ നിന്ന് ഏതെങ്കിലും ഒരു ഹദീസ് വിത്ത് സനദ്. പടച്ചോനെ ഞാൻ തന്നെ എടുക്കണം എന്നാ പറയുന്നത്. അല്ലാ, എന്നാ പിന്നെ ഞാൻ തന്നെ എടുത്തോളാം. എന്റെ അടുത്ത് എഴുതി വെച്ചത് എവിടെയുണ്ടോ നോക്കട്ടെ, എവിടെങ്കിലും എഴുതി വെച്ചതുണ്ടോ നോക്ക. ഓക്കെ, അവിടെ നോട്ടെ. ഇനി ആരും ടെക്സ്റ്റ് ഒന്നും അടിക്കല്ല കേട്ടോ, ആരും ടെക്സ്റ്റ് ഒന്നും അടിക്കരുത്, അവിടെ നിൽക്കട്ടെ. ബ്രിഗ്സ അത് വായിച്ചോളൂ കേട്ടോ. അത് ഞാൻ വായിക്കാം, ഞാൻ വായിച്ച നിങ്ങൾ കൂടെ വായിച്ചാൽ മതി, പതുക്കെ വായിച്ചാൽ മതി. ഹദ്ദസനൽ ഹുമൈദിയു അബ്ദുല്ലാഹി ബിനു സുബൈർ ഖാല ഹദ്ദസനാ സുഫിയാനു ഖാല ഹദ്ദസനാ യഹ്യ ബിനു സഈദ് അൽ അൻസാരി ഖാല അഖ്ബറനി മുഹമ്മദ് ബിനു ഇബ്രാഹിം التيمي أنه سمع علقمة بن وقاص الليثي يقول سمعت عمر بن الخطاب رضي الله عنه على المنبر قال سمعت رسول الله صلى الله عليه وسلم يقول إنما الأعمال بالنيات وإنما لكل امرئ ما نوى فمن كانت هجرته إلى دنيا يصيبها أو إلى امرأة ينجحها فهجرته إلى ما هاجر إليه. ഇത് ബുഖാരിയിലുള്ള ഫസ്റ്റ് ഹദീസ്. ഓക്കെ, ഇനി ആരും ഒന്നും ചെയ്യണ്ട, ടെക്സ്റ്റ് ഒന്നും അടിക്കണ്ട. ശരി, ഇതിന്റെ അർത്ഥമാണ് ഞാൻ പറയാൻ പോകുന്നത്. ബ്രിഗ്സയോട് ചോദിക്കുമ്പോൾ പെട്ടെന്ന് അദ്ദേഹത്തിന് പറയാൻ പറ്റിയില്ലെങ്കിലോ? ആ ബ്രിഗ്സയുടെ ഡോട്ട് ഒഴിവാക്കി കൊടുത്തേക്ക്, ബ്രിഗ്സയുടെ ഡോട്ട് ടെക്സ്റ്റ് ഡോട്ട് ഒഴിവാക്കി കൊടുക്ക്. ഓക്കെ, ശരിക്കും ശ്രദ്ധിക്കുക. ബ്രിഗ്സ ഹദ്ദസനൽ ഹുമൈദിയു, ഇവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇപ്പോ എനിക്ക് ഹദീസ് കിട്ടിയ സ്ഥലമാണ് ഞാൻ പറയാൻ പോകുന്നത്. അഥവാ ഇമാം ബുഖാരി റഹിമഹുല്ല പറയാണ്, ഹദ്ദസന എന്നോട് പറഞ്ഞു, അൽ ഹുമൈദി ഹുമൈദി എന്നോട് പറഞ്ഞിട്ടുണ്ട്. ആരാണ് ഹുമൈദി? അബ്ദുല്ലാഹിബ്നു സുബൈർ റളിയല്ലാഹു തആല അൻഹു എന്നവര് എന്നോട് പറഞ്ഞു. എന്താ പറഞ്ഞത്? അദ്ദേഹത്തോട് സുഫിയാൻ, ഹദ്ദസന സുഫിയാനു, സുഫിയാൻ എന്നവര് അദ്ദേഹത്തോട് പറഞ്ഞു എന്ന് ഹുമൈദി ഇമാം ബുഖാരി തങ്ങളോട് പറഞ്ഞു. ഏത്? അങ്ങനെ ഓരോരുത്തരും അവരവരോട് പറഞ്ഞു എന്ന് ഇമാം ബുഖാരി റഹിമഹുല്ല പറയാണ്. കറക്റ്റ് ആണോ ബ്രിഗ്സ? ഞാൻ ഈ പറഞ്ഞ അർത്ഥം കറക്റ്റ് ആണോ? ബ്രിഗ്സ അല്ല, ഓക്കെ, നോ പ്രോബ്ലം വായിക്കെടുക്കാം, കുഴപ്പമില്ല. ഞാൻ ഈ പറഞ്ഞ അർത്ഥം ഹദ്ദസന ഇമാം ബുഖാരി റഹിമഹുല്ല പറയാണ്, നമ്മളോട് ഹദീസ് പറഞ്ഞു അൽ ഹുമൈദിയു, ഇമാം ഹുമൈദി റഹിമഹുല്ല നമ്മളോട് ഹദീസ് പറഞ്ഞു. അബ്ദുല്ലാഹിബ്നു സുബൈർ എന്നവര് നമ്മളോട് ഹദീസ് പറഞ്ഞു. ഇപ്പറഞ്ഞത് കറക്റ്റ് ആണോ? ഈ പറഞ്ഞത് മാത്രം, അപ്പറഞ്ഞതിന്റെ ഓക്കെ, മാഷാ അല്ലാ. എന്നാൽ അതാണ് അതിന്റെ അർത്ഥം. ഓക്കെ, അദ്ദേഹത്തിന് അറബി അറിയില്ല. അല്ലാഹു തആല ബർക്കത്ത് ചെയ്യട്ടെ. പഠിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. നമ്മളെല്ലാം പഠിക്കേണ്ട ഒരു ഭാഷയാണ്. റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ എന്ത് ചെയ്യട്ടെ? നാഫിയായ ഇൽമ് പ്രദാനം ചെയ്യുമാറാകട്ടെ. ശ്രദ്ധിക്കുക. ഇവിടെ
ഇമാം ബുഖാരി റഹിമഹുല്ല പറയുന്നു, എല്ലാവരും പഠിക്കണം കേട്ടോ ഈ വിഷയം. ഇമാം ബുഖാരി റഹിമഹുല്ല പറയാണ്, ഹദ്ദസനാ, നമ്മളോട് പറഞ്ഞു. ആര്? അൽ ഹുമൈദി, ഇമാം ഹുമൈദി റഹിമഹുല്ല പറഞ്ഞു എന്നാണ്. ഞാൻ ചോദിക്കുന്നു, ഇവിടെ ഇമാം ബുഖാരി റഹിമഹുല്ലാനോട് ഇമാം ഹുമൈദി തങ്ങൾ പറഞ്ഞ ഹദീസാണ് ഏത്? ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത്. ശരി, ഞാൻ ചോദിക്കുകയാണ്, ഇമാം ഹുമൈദി റഹിമഹുല്ല പറയുന്നത് നമ്മൾ കേട്ടിട്ടില്ല. ഇമാം ഹുമൈദി റഹിമഹുല്ല ബുഖാരി തങ്ങളോട് പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ടോ? ഇല്ല. ഞാൻ ചോദിക്കുന്നു, ഇമാം ഹുമൈദി തങ്ങള് ബുഖാരി തങ്ങളോട് പറഞ്ഞിരിക്കുന്ന ഹദീസിൽ ഒരു തെറ്റും സംഭവിക്കാതെയാണ് ഇമാം ബുഖാരി തങ്ങൾ കേട്ടത് എന്ന് നാം എങ്ങനെ ഉറപ്പിക്കും? ഈ വിഷയം ശരിക്കും ശ്രദ്ധിക്കുക. ഇമാം ഹുമൈദി റഹിമഹുല്ല മഹാനവർകൾ ആരോട് ഹദീസ് പറഞ്ഞു? ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവിനോട് ഹദീസ് പറഞ്ഞു. പറഞ്ഞ ഹദീസ് എന്താണ്? ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത് എന്നാണ്. ഇവിടെ ഇമാം ബുഖാരി മഹാനാണ്, ഇമാം ഹുമൈദി മഹാനാണ്, ആർക്കും എതിരഭിപ്രായം ഇല്ല. പക്ഷെ ഇമാം ഹുമൈദി പറഞ്ഞത് ഇമാം ബുഖാരി തങ്ങൾ കേൾക്കുമ്പോ അതിൽ പെശക് സംഭവിച്ചിട്ടില്ല. പെശക് മനുഷ്യ അസഹജമായ തെറ്റ് സംഭവിച്ചിട്ടില്ല എന്ന് നമുക്ക് എങ്ങനെ ഉറപ്പിക്കാൻ കഴിയും? അദ്ദേഹം ആള് മോശക്കാരനല്ല. ഇമാം ബുഖാരി റഹിമഹുല്ല ഓക്കെയാണ്, നമ്പർ 1 ഓക്കെയാണ്, ഒരു കംപ്ലൈന്റും ഇല്ലാത്ത മഹാനാ. പക്ഷെ അദ്ദേഹത്തിന് ഈ ഹുമൈദി തങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോ ആ പറഞ്ഞത് കേൾക്കുന്നതിൽ വല്ല അബദ്ധവും സംഭവിച്ചിട്ടില്ല എന്ന് നമുക്ക് എങ്ങനെ ഉറപ്പിക്കാൻ പറ്റും? ബ്രിഗ്സക്ക് ചോദ്യം മനസ്സിലായോ? ഞാൻ പറയുന്നത് മനസ്സിലായോ? ബ്രിഗ്സക്ക് ഞാൻ പറഞ്ഞത് മനസ്സിലായോ? ഇമാം ബുഖാരി റഹിമഹുല്ലാക്ക് ഇമാം ഹുമൈദി തങ്ങൾ ഈ ഹദീസ് പറഞ്ഞു കൊടുക്കുന്നു. ഇമാം ബുഖാരിയും ഒക്കെയാണ്, ഇമാം ഹുമൈദിയും ഒക്കെയാണ്, കുഴപ്പക്കാരല്ല, ആർക്കും ഒരു കംപ്ലൈന്റും ഇല്ല. പക്ഷെ ഞാൻ ചോദിക്കുന്നത് എന്താ അറിയോ? ഇമാം ബുഖാരിക്ക് ഇമാം ഹുമൈദി തങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോ ഹദീസ് ഇമാം ബുഖാരി തങ്ങൾ കേട്ടതിൽ തെറ്റ് പറ്റിയിട്ടില്ല എന്ന് നാം എങ്ങനെ ഉറപ്പിക്കും? അതിനാണ് ബ്രിഗ്സ നിങ്ങൾക്ക് മൈക്ക് തരികയാണ് ഞാൻ. അതെങ്ങനെയാണ് നമ്മൾ ഉറപ്പിക്കുക? ബുഖാരിയുടെ ഒന്നാമത്തെ ഹദീസ് ഇമാം ഹുമൈദി റഹിമഹുല്ല ഇമാം ബുഖാരി തങ്ങൾക്ക് പറഞ്ഞു കൊടുത്തതാണ്. അതിൽ തെറ്റ് പറ്റിയിട്ടില്ല ഇമാം ബുഖാരി തങ്ങൾ കേട്ടതിൽ എന്ന് നമുക്ക് എങ്ങനെ ഉറപ്പിക്കാൻ പറ്റും? കേട്ടതിൽ തെറ്റ് പറ്റിയിട്ടില്ല, നമ്മൾ കേട്ടിട്ടില്ലല്ലോ, പിന്നെ നമുക്ക് എങ്ങനെ ഉറപ്പിക്കാൻ പറ്റും? മൈക്ക് എടുത്തോളൂ ബ്രിഗ്സ. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. അറിയില്ല എങ്ങനെ ഉറപ്പിക്കാമെന്ന്. മാഷാ അല്ലാ. അപ്പൊ പിന്നെ എന്താ മാർഗം എന്നറിയോ? ഇമാം ബുഖാരി റഹിമഹുല്ല പറഞ്ഞത് തെറ്റില്ലാന്നങ്ങ് ഉറപ്പിക്കന്നെ. തഖ്ലീദ്, അതിനാണ് തഖ്ലീദ്. ഒരു ഇമാമ് പറഞ്ഞു, ഇമാം ബുഖാരിക്ക് അളവ് പറയാത്ത ആളാണ്, പിന്നെ തെറ്റ് പറ്റുമോ ഇല്ലയോ അത് നമ്മൾ നോക്കിയിട്ട് കാര്യമില്ല. ഒരു ഹദീസ് സഹിയാകണമെങ്കിൽ നമുക്ക് ആ ഇമാമിനെ തഖ്ലീദ് ചെയ്തേ പറ്റൂ. ആ ഇമാമ് പറഞ്ഞത് ഇമാം ബുഖാരി റഹിമഹുല്ല അങ്ങനെ കള്ളനും തെമ്മാടിയും ഒന്നും അല്ല. അതുകൊണ്ട് തന്നെ ഈ ഹദീസിന്റെ വിഷയത്തിൽ നമുക്ക് അങ്ങോട്ട് വിഴുങ്ങന്നെ, വേറെ മാർഗം അവിടെ ഇല്ല. മനസ്സിലായോ? ഇവിടെ ഖുർആനും ഹദീസും സ്വീകരിക്കണമെങ്കിൽ തന്നെ ഇമാമിനെ തൊടാതെ വിഴുങ്ങണം എന്നാ ഞാൻ പറഞ്ഞത്. ബ്രിഗ്സ, മുജാഹിദ് പ്രസ്ഥാനം പറയുന്നു നമ്മൾ ആരെയും സ്വീകരിക്കൂല, നമുക്ക് ഖുർആനും ഹദീസുമാണ് പ്രമാണം, ആ ഖുർആനും ഹദീസും അല്ലാതെ മറ്റൊന്നും നമ്മൾ സ്വീകരിക്കൂല, അതനുസരിച്ച് പ്രവർത്തിക്കുന്നവരാണെന്ന് പറയുമ്പോൾ ആ ഖുർആനും ഹദീസും എന്ന് പറയുന്ന ആ ഹദീസ് സ്വീകരിക്കണമെങ്കിൽ തന്നെ എന്ത് വേണം? ഇമാമിനെ കണ്ണും പൂട്ടി വിശ്വസിക്കണം, തൊടാതെ വിഴുങ്ങണം. എന്നാൽ ഒരൊറ്റ ഹദീസ് പോലും സ്വീകരിക്കാൻ ഒരു മുജാഹിദിനും സാധ്യമാകൂ. ഇത് നിങ്ങൾക്ക് മനസ്സിലായോ? ഒരു ഇമാമിന്, ഇമാം ബുഖാരി ആവട്ടെ, മുസ്ലിം ആവട്ടെ, അല്ലെങ്കിൽ അതർ ഏത് ഇമാമിന്റെ ഹദീസ് ആവട്ടെ, ആ ഹദീസ് സ്വീകരിക്കണമെങ്കിൽ ആ ഇമാമിനെ കണ്ണടച്ച് വിശ്വസിക്കുകയും തൊടാതെ വിഴുങ്ങുകയും വേണം. ഇത് നിങ്ങൾക്ക് മനസ്സിലായോ? ഇതിനാണ് ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടത്. ഇമാമിനെ സ്വീകരിക്കാതെ ഹദീസ് സ്വീകരിക്കാൻ സാധ്യമല്ല. മനസ്സിലായോ? അപ്പോ യഥാർത്ഥത്തിൽ ഇവര് സ്വീകരിക്കുന്നത് ഇമാമിനെയാണ്, അല്ലേ?
ഹദീസ് സ്വീകരിക്കുന്നവര് ആദ്യം സ്വീകരിക്കേണ്ടത് ആരെയാണ്? ആരെയാണ്? ഹദീസ് സ്വീകരിക്കണമെങ്കിൽ അതിന്റെ മുമ്പേ സ്വീകരിക്കണം ആരെ? ഇമാമീങ്ങളെ. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് ഇമാമീങ്ങളെ തള്ളിയിട്ട് ഹദീസ് കൊള്ളാൻ നിർവാഹമില്ല. ഹദീസ് സ്വീകരിക്കണമെങ്കിൽ പോലും ഇമാമീങ്ങൾ പറയണം. പിന്നെ ഹദീസ് സഹീഹാണോ ലഈഫാണോ എന്ന് അതാരാ തീരുമാനിക്കുക? ബ്രിഗ്സ, അതാരാ തീരുമാനിക്കുക? നിങ്ങൾക്കും എനിക്കും ഹദീസിന്റെ സിഹത്തും ദുഅഫും ഒക്കെ തീരുമാനിക്കാൻ കഴിയോ? ഹദീസ് സ്വീകരിക്കണമെങ്കിൽ തന്നെ ഇമാമിനെ സ്വീകരിക്കണം. പിന്നെ ഹദീസിന്റെ സിഹത്തും ദുഅഫും അഥവാ സഹീഹാണോ സഖീമാണോ ലഈഫാണോ എന്നൊക്കെ തീരുമാനിക്കണമെങ്കിൽ നമുക്ക് പറ്റൂല. അത് പിന്നെ ആരാ തീരുമാനിക്കുക? ആ ഹദീസ് ലഈഫാണ്, മറ്റേ ഹദീസ് സഹീഹാന്ന് ആരാ തീരുമാനിക്കുക? ബ്രിഗ്സ പറയ്. ബ്രിഗ്സ തന്നെ പറയ്. അടിച്ചോളൂ. ആരാണ് നമ്മൾ ഹദീസ് സ്വീകരിക്കുക? പിന്നെ ലഈഫാണ് സഖീമാണ് അല്ലെങ്കിൽ ലഈഫാണ് ഇമാമുമാർ. അവിടെയും രക്ഷയില്ല. നമ്മൾ ഇമാമിനെ തൊടാതെ വിഴുങ്ങണം. ആദാ ഹദീസും ലഈഫിൽ നിന്ന് ഇമാമ് പറഞ്ഞാൽ ഓക്കെ സ്വീകരിച്ചോ, നമ്മളത് സ്വീകരിച്ചോ. പിന്നെ അതിന്റെ അപ്പുറത്തേക്ക് അതെന്തുകൊണ്ടാണ് എന്ന് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. അവിടെ ഇമാമിങ്ങൾ പറഞ്ഞ ആ ഹദീസ് ലഈഫ, മറ്റേ ഹദീസ് അതിന് അവരുടെ അടുക്കൽ രേഖയുമുണ്ട്. രേഖയോടുകൂടി അവർ സമർത്ഥിക്കുന്നത്. ആ ഹദീസ് ലഈഫാന്ന് വെറുതെ പറയുന്നല്ല, അറിയില്ല. പക്ഷെ അവര് പറഞ്ഞു, അത് നമ്മൾ തഖ്ലീദ് ചെയ്യുന്നു. അപ്പൊ യഥാർത്ഥത്തിൽ സ്വീകരിക്കുന്നത് ദീനുൽ ഇസ്ലാമിന്റെ അടിസ്ഥാന ഘടകങ്ങളിൽ സ്വീകരിക്കുന്നത് ഇമാമിങ്ങളെയല്ലേ? ബ്രിഗ്സ ഇമാമിങ്ങളെയല്ലേ സ്വീകരിക്കുന്നത്? ആണോ അല്ലേ? ഖുർആാനും ഇങ്ങനെ തന്നെ. ഇത് ഖുർആാനാണെന്നുള്ളതിന് വ്യക്തമായ രേഖ കൊണ്ടായിരുന്നെങ്കിൽ ഇമാമിങ്ങളിലൂടെ തന്നെ വരണം. ഇമാമിങ്ങളെയാണ്. അത് തന്നെയല്ലേ നമ്മൾ പറഞ്ഞ് ഇവർ ഈ ഖുർആാനും ഹദീസൊന്നും പറച്ചലേ ഉള്ളൂ. ഇമാമിങ്ങളൊന്നും ഞങ്ങൾ സ്വീകരിക്കൂല. കാരണം എന്തുകൊണ്ട്? ഞങ്ങൾക്ക് ഇമാമിങ്ങളൊന്നും തെളിവല്ല. ഇമാമിങ്ങൾ തെറ്റുപറ്റാൻ സാധ്യതയുള്ളവരാണ്. അതുകൊണ്ട് ഞങ്ങൾ ഖുർആാനും ഹദീസും മാത്രമേ സ്വീകരിക്കുന്നവർ. ഈ തെറ്റുപറ്റാൻ പിന്നെ സാധ്യതയുള്ള ഇമാമിങ്ങൾ പറഞ്ഞ ഹദീസിലും തെറ്റുപറ്റാലോ. അതുകൊണ്ട് അതും സ്വീകരിക്കാൻ പറ്റൂല എന്നല്ലേ വരിക. അതുകൊണ്ട് തന്നെ ആത്യന്തികമായി ഇവര് വായയിൽ മാത്രമാണ് ഞങ്ങൾ ഇമാമിങ്ങളെ സ്വീകരിക്കൂല എന്നുള്ളൂ. പക്ഷെ ഹദീസും ഖുർആാനും സ്വീകരിക്കണമെങ്കിൽ ഇമാമിങ്ങളെ സ്വീകരിക്കൽ അത്യന്താപേക്ഷിതവും നിർബന്ധ ഘടകവും ആണ്. അല്ലാതെ ഹദീസ് സ്വീകരിക്കുക എന്നുള്ളത് മുഹാല് എന്ന് ഞാൻ പറയുന്നില്ല, എങ്കിലും ഒരു മഖാമുൽ മുഹാലാണ്. മുഹാലിന്റെ അത് അസംഭവ്യത്തിന്റെ സ്ഥാനമാണ് അതിൽ കൊടുക്കേണ്ടത്. മനസ്സിലായോ? നമ്മൾ പറയുന്ന ഇതാണ്, ഇമാമിങ്ങളെ സ്വീകരിച്ചാലാണ് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ അടിസ്ഥാനം കേടുപറ്റാതെ സ്ഥിരപ്പെടൂൻ. കാരണം ഹദീസ് സ്വീകരിക്കണമെങ്കിൽ ഇമാമ് വേണം, ഖുർആൻ സ്വീകരിക്കണമെങ്കിലും ഇമാമ് വേണം, എന്ത് സ്വീകരിക്കണമെങ്കിലും ഇമാമ് വേണം. ഇപ്പൊ ഹദീസിന്റെ പിന്നെ 2 ഹദീസ് നമ്മളെല്ലാ ഹദീസും കണ്ടിട്ടുണ്ടോ? ശരിക്കും ബ്രിഗ്സ, നമുക്കൊരു ഹദീസ് കിട്ടി, ഇന്ന് നമുക്കൊരു ഹദീസ് കിട്ടി. ആ ഹദീസ് അനുസരിച്ച് നമുക്ക് അമൽ ചെയ്യാൻ പറ്റുമോ? ബ്രിഗ്സ, ഒരു ഹദീസ് എന്റെ കയ്യിലുണ്ട്. അതിൽ എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ഒരു സ്ഥലത്തേക്ക് പോയപ്പോ നിന്ന് മൂത്രമൊഴിച്ചു എന്നുള്ളൊരു ഹദീസ് എനിക്ക് കിട്ടി. എനിക്ക് അത് പിടിച്ചങ്ങാണ്ട് അമൽ ചെയ്യാൻ പറ്റുമോ? ബ്രിഗ്സ, സിബാത്തത്തുൽ ഖൗം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എത്തിയപ്പോ ഫബാല ഖായിമൻ, അവിടെ നിന്ന് മൂത്രമൊഴിച്ചു. ഇല്ല. എന്തുകൊണ്ട് പറ്റൂല? എനിക്കാകെ ഒറ്റ ഹദീസേ കിട്ടിയിട്ടുള്ളൂ. ആ ഒരു ഹദീസ് തങ്ങൾ നിന്ന് മൂത്രയിച്ചിട്ടുണ്ട്, അതുകൊണ്ട് എനിക്ക് നിന്ന് മൂത്രയിക്ക ഹദീസ് ഉണ്ടല്ലോ എന്ന് പറയാൻ പറ്റൂല. കാരണം നമ്മളെ കയ്യിലാകെ ഒറ്റ ഹദീസേ ഉള്ളൂ. അത് വെച്ചിട്ട് നമുക്ക് നിയമം പാസ്സാക്കാൻ നിർവാഹമില്ല. അതിന് ഓപ്പോസിറ്റിൽ മറ്റേ ഹദീസുകൾ ഉണ്ടോ നമുക്കറിയില്ല. കാരണം നമ്മൾ വിവരം കുറഞ്ഞ ആൾക്കാർ. ഇതിപ്പോ നിഷ്പക്ഷമായിട്ടാണ് കേട്ടോ ഞാൻ പറയുന്നത്. നമുക്ക് വിവരം കുറഞ്ഞ ഒരൊറ്റ ഹദീസും അറിയാത്ത നാടന്മാരാ അവിടെ ഉള്ളത്. ഹദീസ് ഒന്നും അറിയാത്ത സാധാരണക്കാരല്ലേ ബഹുഭൂരിപക്ഷവും. ബ്രിഗ്സ ആണ്. ഓലോട് ഏത് ഹദീസ് അനുസരിച്ചാ പ്രവർത്തിക്കുക? അവരേത് ഹദീസ് അനുസരിച്ചാ പ്രവർത്തിക്കുക?
ഈ സാധാരണക്കാരായ ആളുകള് ഒരൊറ്റ ഹദീസ് ഓലിക്ക് അറിയില്ല. ഏത് ഹദീസ് വെച്ചെത്തിക്കണം? ഏത്? ബ്രിഗ്സ ഒന്ന് മൈക്ക് എടുത്തിട്ട് പറയും. ബ്രിഗ്സ ഒന്ന് മൈക്ക് എടുത്തിട്ട് പറഞ്ഞോളൂ. സാധാരണക്കാരാണ് ബഹുഭൂരിപക്ഷവും. 90% അത് തന്നെ കൂടുതലാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇന്ന് 9% ആളുകൾക്കും ഒറ്റ ഹദീസ് പോലും. അങ്ങനത്തെ ആളുകള് ഏത് ഹദീസ് വെച്ചിട്ടാണ് പ്രവർത്തിക്കേണ്ടത്? ബ്രിഗ്സ ഒന്ന് മൈക്കെടുത്ത് പറഞ്ഞോളൂ. അള്ളാഹു താല ബർക്കത്ത് ചെയ്യട്ടെ. ബ്രിഗ്സ മൈക്കെടുത്തോളൂ കേട്ടോ. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. സാധാരണക്കാരിപ്പോ ഹദീസൊക്കെ നോക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നെ പോലുള്ള സാധാരണക്കാർ കൂടുതലും മതപ്രഭാഷണങ്ങളും അതൊക്കെ ആയിരിക്കും അവർ കേൾക്കുന്നുണ്ടാവുക എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അസ്സലാമു അലൈക്കും. നബി തങ്ങൾ പറഞ്ഞ് തറക്തു ഫീക്കും അംറൈനി കിതാബുല്ലാഹി വസുന്നത്തു റസൂലിഹി എന്നല്ലേ? അഥവാ രണ്ട് കാര്യങ്ങൾ നിങ്ങളിലേക്ക് നാം വിട്ടേച്ചു പോകുന്നു. ഒന്ന് അള്ളാന്റെ കിതാബും റസൂലുള്ളാന്റെ ചര്യയുമാണ്. അതപ്രഭാഷണം മതത്തിന്റെ നേതാക്കന്മാര് പറയുന്ന അനുസരിച്ച് പ്രവർത്തിക്കണം എന്ന് എല്ലാവരും അവിടെ പറയുന്നത്. ഓക്കെ, നോ പ്രോബ്ലം ബ്രിഗ്സ, നോ പ്രോബ്ലം. നമ്മള് ഇന്ന് മതപ്രഭാഷണം കേട്ടിട്ടാണ് കാര്യങ്ങൾ വിലയിരുത്തുന്നത്, ഖുർആനും ഹദീസും നോക്കിയിട്ടല്ല. അത് കറക്റ്റ് അല്ലേ ബ്രിഗ്സ? നമ്മൾ ഇന്ന് ഖുർആനും ഹദീസും നോക്കിയിട്ടല്ല കാര്യങ്ങൾ വിലയിരുത്തുന്നത്, മതപ്രഭാഷണം കേട്ടിട്ടാണ്. എന്നാ ഏറ്റവും നല്ല ഒരു മതപ്രഭാഷകന്റെയും വിവരമുള്ള ആളുടെയും വാക്ക് സ്വീകരിക്കലല്ലേ നല്ലത്? അല്ലേ? വിവരമുള്ള ആൾക്കാർ പറയുന്നത് സ്വീകരിക്കലല്ലേ നല്ലത്? അല്ലേ? അങ്ങനല്ലേ? എപ്പോഴും ആണ്. ഏറ്റവും നല്ല വിവരമുള്ള ആളല്ലേ ഇമാം ഷാഫിഈ തങ്ങള്. ആ ഇമാം ഷാഫിഈ തങ്ങൾ പറയുന്നല്ലേ നമുക്ക് സക്കരിയ സലാഹി പറയുന്നതിനേക്കാളും, അതുപോലെ തന്നെ ഹുസൈൻ സലഫി പറയുന്നതിനേക്കാളും, അതുപോലെ തന്നെ പേരോട് അബ്ദുറഹ്മാൻ മൗലിയാർ, നിങ്ങളെ ഭാഷയെ കടയെടുത്ത് പറയാണ്, പേരോട് അബ്ദുറഹ്മാൻ മൗലിയാർ പറയുന്നതിനേക്കാളും, കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ പറയുന്നതിനേക്കാളും, ഇവരെക്കാളൊക്കെ നമുക്ക് തുടരാൻ ഏറ്റവും നല്ലത് ബഹുമാനപ്പെട്ട ഇമാം ഷാഫിഈ തങ്ങൾ പറഞ്ഞതല്ലേ? അല്ലേ? ആണോ? അല്ലേ? നിങ്ങൾ അടിച്ചോളൂ. ഇന്ന് നമ്മുടെ കേരളക്കരയിൽ ലഭ്യമാകുന്ന എല്ലാ പണ്ഡിതന്മാരെക്കാളും വിവരമുള്ള ആളല്ലേ ഇമാം ഷാഫിഈ തങ്ങള്. ആ ഇമാം ഷാഫിഈ തങ്ങൾ പറഞ്ഞല്ലേ സ്വീകരിക്കാം. പിന്നെ നമുക്ക് ബെറ്റർ അല്ലേ? അല്ലെങ്കിൽ അല്ലാന്ന്. അതിങ്ങനെ അറിയാതായി. കാരണം നമ്മളൊന്നും ഖുർആൻ ഹദീസൊന്നും പഠിക്കണില്ല. സാധാരണ ശരിക്കും ശ്രദ്ധിക്കുക, നമ്മൾ സാധാരണക്കാരനല്ലേ? സാധാരണക്കാരൻ ഇവരുള്ള ആൾക്കാർ പറയുന്നത് കേൾക്കുകയാണ് ചെയ്യുന്നത് അല്ലേ? നമ്മേക്കാൾ വിവരമുള്ളവർ പറയുന്നത് കേൾക്കുകയല്ലേ ചെയ്യുന്നത്? അല്ലേ? ആണ്. അങ്ങനെയാണെങ്കിൽ ഏറ്റവും നല്ല വിവരമുള്ള ആളല്ല സുന്നി ഉസ്താദുമാരെ കണക്കൂട്ടിക്കോ. കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരെക്കാളും, പേരോട് അബ്ദുറഹ്മാൻ സഖാഫിനെക്കാളും, അതുപോലെ തന്നെ ഇന്ന് നിലവിലുള്ള ഇപ്പോ ഹയാത്തിലുള്ള ചെറുശ്ശേരി സൈനുദ്ദീൻ മുസ്ലിയാരെക്കാളും, അതുപോലെ തന്നെ അങ്ങനെയുള്ള എല്ലാ ഇ കെ സമസ്തന്റെ എ പി സമസ്തന്റെ ഉസ്താദുമാരെയും, അതുപോലെ തന്നെ മറ്റുള്ള മുജാഹിദ് നേതാക്കന്മാരായ സക്കരിയ സലാഹി, ഹുസൈൻ സലഫി, അതുപോലെ തന്നെ എന്ത് മടവൂരായിരുന്നു? ഹുസൈൻ മടവൂര് അല്ലെ? ഹുസൈൻ മടവൂര്, അതുപോലെ തന്നെ അബ്ദുസലാം സുല്ലമി, ഇവരെക്കാളൊക്കെ വീള്ള ആളല്ലേ ഇമാം ഷാഫിഈ റഹിമഹുല്ല? ബ്രിഗ്സ അതല്ലേ? ആരാ അടിക്കുന്നാവോ? ഇവരെക്കാളൊക്കെ വിവരമുള്ള ആളല്ലേ ഇമാം ഷാഫിഈ റഹിമഹുല്ല? അല്ലേ? ആണോ? അല്ലേ? ഇമാം ഷാഫിഈ റഹിമഹുല്ല മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുള്ള മഹാനാൻ. ആലിമു ഖുറൈശ് യംലഉ തിബാഖൽ അർളി ഇൽമാ. ഖുറൈശി കുടുംബത്തിൽ ഒരു പണ്ഡിതൻ വരാനുണ്ട്,
അദ്ദേഹം ചക്രവാളങ്ങളെ ഇൽമു കൊണ്ട് നടക്കും. ഖാല റസൂലുള്ളാഹി. മഹാനായ ഇമാം നൂറുദ്ദീനുൽ ഹൈസമി അദ്ദേഹത്തിന്റെ മജ്മഉസ് സവാഇദിൽ രേഖപ്പെടുത്തുന്നത് കാണാം. ഇത് ഇമാം ഷാഫിഈ റഹിമഹുല്ലാനെ കുറിച്ചാണ്. മനസ്സിലായില്ലേ? ഇത് ഇമാം ഷാഫിഈ റളിയല്ലാഹു തആല അൻഹുവിനെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അത്രയും ഇൽമുള്ള ഒരു പണ്ഡിതൻ വരണ്ടെന്ന് ഖാല റസൂലുള്ളാഹി. ആ നബി തങ്ങൾ പറഞ്ഞ ഇമാം ഷാഫിഈയെ അല്ലേ നമുക്ക് പിൻപറ്റാൻ ഏറ്റവും നല്ലത്? ഒരു മിനിറ്റ് കേട്ടോ, ബ്രിഗ്സ ഒന്ന് മൈക്കെടുത്തോളൂ, എനിക്കൊരു കോളും ഉണ്ട്. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. സെക്രട്ടറി സലായേക്കാളും ഹുസൈൻ മടവയേക്കാളും എല്ലാം നല്ല പണ്ഡിതനല്ലേ ഷാഫി ഇമാം എന്ന് ചോദിച്ചു. ഞാൻ അറിയില്ല എന്നാണ് ഉത്തരം നൽകിയത്. കാരണം എനിക്കറിയത്തില്ല. മൈക്കിന് എന്തോ കംപ്ലൈന്റ് ഉണ്ട് തോന്നുന്നു, അതാണ് സൗണ്ട് കുറവായി കാണുന്നത്. പിന്നെ പറഞ്ഞാൽ ഞാനിപ്പോൾ യുഎയിലാണ്, റൂമിലാണ്. അപ്പം കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ സമയം 12:30 മണി കഴിഞ്ഞു. ബാക്കിയുള്ളവർ കിടന്ന് ഉറങ്ങാണ്. അപ്പം ഇൻഷാ അല്ലാഹ് ഞാനിപ്പോൾ പോവാണ്. ഇൻഷാ അല്ലാഹ് നാളെ ബാക്കി കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാം. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബ്രിഗ്സ ഒരു മിനിറ്റ്, ജസ്റ്റ് ഒന്നും കൂടി കേട്ടോളൂ. ഇത് കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് സുഹൃത്ത് പോകാം, നാളെ വന്നോളൂ. അല്ലാഹു തആല ബർക്കത്ത് ചെയ്യട്ടെ. ഇവിടെ നമ്മൾ പറയുന്ന വിഷയം ഇതാണ്. കാരണം സാധാരണക്കാരായ ആളുകൾ എന്ന് പറഞ്ഞാൽ ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും നിയമങ്ങൾ കണ്ടെത്താൻ കഴിവില്ലാത്ത ആളുകൾ, ശരി, കണ്ടെത്താൻ കഴിയാത്ത ആളുകൾ, അവരാണ് സാധാരണക്കാർ. അവർ അറബി വായിക്കാൻ അറിയുന്ന ആൾക്കാരും പണ്ഡിതന്മാരൊക്കെ ഉണ്ടാവും, പക്ഷെ നിയമം കണ്ടെത്താനാവൂല. മനസ്സിലായില്ലേ? ഇപ്പോ ഞാൻ പറഞ്ഞില്ലേ, കുറെ അറബി അറിയാ അല്ലെങ്കിൽ കുറെ ഹദീസ് അറിയാ എന്ന് പറഞ്ഞുകൊണ്ട് നിയമം കണ്ടെത്താൻ കഴിയൂല. അതാണ് വലിയ പ്രശ്നം. നിയമം കണ്ടെത്തുക, ഹദീസിൽ നിന്നും ആയത്തിൽ നിന്നും നിയമങ്ങളെ കണ്ടെത്തുക എന്നുള്ളത് സാധാരണക്കാർക്ക് പറ്റിയ പരിപാടിയല്ല. അതുകൊണ്ടാ പറയുന്നത്, അത് കണ്ടെത്താൻ പറ്റാത്ത ആളുകള് കണ്ടെത്താൻ പറ്റിയവർ പറയുന്നത് സ്വീകരിക്കണം, അല്ലേ? അതിനേക്കാളും വിവരമുള്ള ആൾക്കാർ പറയുന്നത് സ്വീകരിക്കുക, അതല്ലേ വേണ്ടത്? ആണ്. അപ്പോ അതിന് പറ്റിയ ആളാണ് ഇമാം ഷാഫിഈ റഹിമഹുല്ല. അദ്ദേഹം നിയമങ്ങൾ കണ്ടെത്താൻ പറ്റിയ ആളാണ്. എല്ലാവരും ആ കാലഘട്ടത്തിലും അതിനുശേഷവും വന്ന ആളുകളൊക്കെ, പണ്ഡിതന്മാരൊക്കെ അത് പറയുന്നു. എന്ത്? ഇമാം ഷാഫിഈ തങ്ങൾ ഹദീസിൽ നിന്നും ആയത്തിൽ നിന്നും നിയമം കണ്ടെത്താൻ പറ്റിയ ആളാണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ മൂപ്പരെ സ്വീകരിക്കാൻ പറ്റും, മൂപ്പര് പറഞ്ഞ അനുസരിക്കാൻ പറ്റും, അംഗീകരിക്കുക. അല്ലാതെ നമുക്ക് ഖുർആനും ഹദീസും ഒന്നും ചെയ്യാനാവൂല എന്ന് ബ്രിഗ്സ നിങ്ങൾ നേരത്തെ തന്നെ ആ യാഥാർത്ഥ്യം നിങ്ങൾ മനസ്സിലാക്കി. മാഷാ അല്ലാഹ്. അതുകൊണ്ട് ഇമാമിങ്ങൾ പറഞ്ഞത് സ്വീകരിക്കുക. ലോകത്ത് ഒരാളോടും പറയാൻ പറ്റാത്ത, സാധാരണക്കാരനോട് പറയാൻ പറ്റാത്ത ഒരു ഭാഷയാണ് എന്ത്? ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും അനുസരിച്ച് ജീവിക്കുമെന്ന്. അതൊരാളോട് പറയാൻ പറ്റൂല. ഇപ്പൊ ബ്രിഗ്സയോട് പറയാ, നിങ്ങൾ ഖുർആനും ഹദീസും അനുസരിച്ച് ജീവിക്കണം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ജീവിക്കാനാവുമോ? ബ്രിഗ്സ, നിങ്ങൾക്ക് ഖുർആനും ഹദീസും അനുസരിച്ച് ജീവിക്കണം നിങ്ങളോട് ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് ജീവിക്കാനാവുമോ? ഇല്ല. പിന്നെ അത് ഞാൻ പറഞ്ഞില്ലേ, അത് മുജാഹിദുകൾ പറയുന്ന ഒരു വായാടിത്തം മാത്രമാണ്. ആവൂല, അതൊരു യാഥാർത്ഥ്യമാണ്. മാഷാ അല്ലാഹ്. ഇപ്പൊ ബ്രിഗ്സ അത് മനസ്സിലാക്കി. അല്ലാഹു തആല ബർക്കത്ത് ചെയ്യട്ടെ. ഖുർആനും ഹദീസും അനുസരിച്ച് ജീവിക്കണം എന്ന് പറഞ്ഞാൽ രാവിലെ തന്നെ സുബ്ഹി നിസ്കാരത്തിൽ നിൽക്കുന്ന സമയത്ത് അല്ലാഹു അക്ബർ പറയണോ പറയണ്ടേ? പടച്ചോനെ, ഖുർആനും ഹദീസും നോക്കട്ടെ ഞാൻ എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ആദ്യം തന്നെ സുബ്ഹിക്ക് അല്ലാഹു അക്ബർ കൈകെട്ടുകയാണ്. കേട്ടുന്ന സമയത്ത് പടച്ചോനെ ഇങ്ങനെ അല്ലാഹു അക്ബർ പറയണമെന്ന് ഖുർആനിലെ ഹദീസിൽ എവിടെയാ ഉള്ളത്? തെരഞ്ഞു നോക്കിക്കാണ്ട് ചെയ്യാൻ പറ്റുപ്പത്? അല്ലെങ്കിൽ സാധാരണക്കാരന് പറ്റിയ പണിയാ അല്ലാഹു അക്ബറിന് ഖുർആനിലോ ഹദീസിലോ കൈ കെട്ടുമ്പോ പറയണം എന്നോ അല്ലെങ്കിൽ അങ്ങനെ കൈ കെട്ടണം എന്നോ ഉണ്ടോ എന്ന് നോക്കുക എന്നുള്ളത് സാധാരണക്കാരന് പറ്റിയ പണിയല്ല. അതുകൊണ്ട് തന്നെ ഓൻ ഖുർആനും ഹദീസും അനുസരിച്ചല്ല ജീവിക്കുക. ഓൻ ഇങ്ങനത്തേക്ക് മദ്രസന്ന് ഒക്കെ പഠിച്ചിട്ടുണ്ട്. കൈ കെട്ടുമ്പോൾ അല്ലാഹു അക്ബർ എന്ന് പറയണം, കൈ എങ്ങനെ കെട്ടണം എന്നൊക്കെ ഓൻ പഠിച്ചിട്ടുണ്ട്. അതിനനുസരിച്ച് അവരെങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത്? അത് ഇമാം ഷാഫിഈ തങ്ങൾ, ഇമാം നവവി തങ്ങൾ, അവരൊക്കെ ഹദീസൊക്കെ ആയത്തൊക്കെ ശരിക്കും പഠിച്ച ആൾക്കാരാണ്. അവര് കണ്ടെത്തിയിരിക്കുന്ന നിയമങ്ങൾ മദ്രസ പാഠപുസ്തകങ്ങളിൽ പഠിപ്പിക്കുകയാണ്, അങ്ങനെ കിതാബുകളിൽ പഠിപ്പിക്കുകയാണ്. അതനുസരിച്ചാണ് സാധാരണക്കാര്
ജീവിക്കുന്നത്, സാധാരണക്കാർക്ക് ഇന്നുള്ള പണ്ഡിതന്മാർ പറഞ്ഞു കൊടുക്കുന്നത്. അതുകൊണ്ട് അത് സ്വീകരിക്കുക എന്നല്ലാതെ ഖുർആനിലേക്കും ഹദീസിലേക്കും മടങ്ങുക എന്നത് അസംഭവ്യമാണ്. സാധാരണക്കാരന് അസംഭവ്യമാണ്. അത് പടുവിഡിത്തമായിരിക്കും ആ പറയുന്നത്. ഇത് നിങ്ങൾക്ക് മനസ്സിലായോ ബ്രിഗ്സ? ഇത് നിങ്ങൾക്ക് മനസ്സിലായോ? ഞാൻ ഇത്രയും നേരം പറഞ്ഞ ഈ വിഷയം നിങ്ങൾക്ക് മനസ്സിലായോ? മാഷാ അല്ലാ. അതുകൊണ്ട് സുഹൃത്തെ, ഇനി ഇത് വെച്ചിട്ടായിരിക്കണം നമ്മളെ ചർച്ച പോവേണ്ടത്. എങ്ങനെ? ഇമാമിങ്ങളെ സ്വീകരിക്കാതെ ഖുർആനും ഹദീസും സ്വീകരിച്ചുകൊണ്ട് അത് മാത്രം അംഗീകരിച്ചുകൊണ്ട് ഇസ്ലാമിക പ്രസ്ഥാനത്തിന് നിലനിൽക്കാനാവില്ല. കാരണം അതിൽ 90% സാധാരണക്കാരാണ്. അവർ ഖുർആനും ഹദീസും വിവരമില്ലാത്തവരാണ്. ആ വിവരമില്ലാത്തവർ വിവരമുള്ള മുജ്തഹിദീങ്ങളായ ഇമാമിങ്ങൾ പറയുന്നത് അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക എന്നതല്ലാതെ ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും നിയമങ്ങൾ കണ്ടെത്തിക്കൊണ്ട് അത് നടപ്പിൽ വരുത്തുക എന്നത് പ്രാബല്യത്തിൽ വരാത്ത കാര്യമാണ്. അത് അസംഭവ്യമാണ്. അഖ്ലൻ വനഖ്ലൻ, ബുദ്ധിപരമായും തെളിവ് സഹിതവും അത് അസംഭവ്യം തന്നെ. ഇത് കൊണ്ടായിരിക്കണം ഇൻഷാ അല്ലാ മുമ്പോട്ടുള്ള ചർച്ചകൾ പോകേണ്ടത്. അല്ലാഹു തആല ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. ഇൻഷാ അല്ലാ ബ്രിഗ്സ നാളെ വന്നോളൂ കേട്ടോ. ഇനി ഈ പലകമ്മ കയറിയിട്ട് വേണം, ഇത്തറമ കയറിയിട്ട് വേണം നമുക്ക് സർവ്വവും ചർച്ച ചെയ്യാൻ. കാരണം എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ നിങ്ങളെല്ലാ സംശയങ്ങളും, മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നിലപാട് വിഷയത്തിൽ ഇന്നതാണ്, അവർക്കുള്ള ദലീലുകൾ, നമുക്കുള്ള ദലീലുകൾ, നാം എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് എന്നൊക്കെ തീരുമാനിക്കണമെങ്കിൽ ഓരോ വിഷയമായിട്ട് അല്ലാഹു തആല ബർക്കത്ത് ചെയ്യട്ടെ നാളെ മുതൽ ചർച്ച ചെയ്യാം ഇൻഷാ അല്ലാ. നിങ്ങൾക്ക് മോസ്റ്റ് വെൽക്കം ഇൻ എവറി ഡേ നമ്മുടെ റൂമിലേക്ക്. അല്ലാഹു തആല നാഫിആയ ഇൽമ് നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യട്ടെ. സുഹൃത്തെ, അതെന്താ എല്ലാവർക്കും തരൂലേ? നമ്മൾ അൻസാരി മൂസക്ക് മൈക്ക് വേണം എന്ന് പറയുന്നു, മൈക്ക് തരുമോ എന്ന് ചോദിക്കുന്നു. സുഹൃത്ത് മൈക്ക് എടുത്തോളൂ. അല്ലാഹു തആല അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും.